മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുത്തുമല മലയാളികൾ മറക്കാനിടയില്ലാത്ത ചില സ്ഥലനാമങ്ങളാണ്. പ്രകൃതി ദുരന്തം സകലതും കവർന്നെടുത്തപ്പോ അവിടത്തെ നിസ്സഹായരായ മനുഷ്യരെ ചേർത്ത് പിടിച്ചത്, കൈപിടിച്ച് ഉയർത്തിയത് ഇടതുപക്ഷ സർക്കാരാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദുരിതം അനുഭവിച്ച ഒരു ജനതയൊന്നാകെ തങ്ങളുടെ ദുരിതത്തിൽ കൂടെ നിന്ന ഇടതുപക്ഷത്തിനൊപ്പം അണിചേരുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-നൊപ്പം ചേർന്നത്. സംസ്ഥാനത്താകമാനം ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഉരുൾപൊട്ടൽ ദുരിത മേഖലയിലെ ജനത ഇടതുപക്ഷത്തിന് നൽകിയ വിജയം അഭിമാനകരമാണ്. മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല വാർഡിൽ CPIM കൽപ്പറ്റ ഏരിയ കമ്മിറ്റി അംഗം KK സഹദും, അട്ടമലയിൽ CPI-യിലെ ഷൈജ ബേബിയും, പുത്തുമല വാർഡിലെ CPIM ചൂരൽമല ലോക്കൽ കമ്മിറ്റി അംഗം C സീനത്തും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയക്കൊടി പാർച്ചു. വയനാട് ജില്ലയിലാകെ ഈ ഇടതു തരംഗം പ്രതിധ്വനിക്കുന്നുണ്ട്. ജില്ലയിൽ 15 ഡിവിഷനുകളിൽ വിജയിച്ച് കൽപ്പറ്റ നഗരസഭയും LDF പിടിച്ചെടുത്തു. വയനാട് ജനതയുടെ ജീവിതം സാധാരണഗതിയിലേക്ക് തിരികെ എത്തിക്കാനുള്ള സമഗ്ര പദ്ധതികൾക്കാണ് സർക്കാർ തുടക്കം കുറിച്ചത്. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു ദിവസം ഏകദേശം 1000-ഓളം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. 5 സോണുകളിലായി 300-ഓളം വീടുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചു മുന്നേറുന്ന ഇടതുപക്ഷ സർക്കാരിനുള്ള സമ്മാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമലയിലെ തിരഞ്ഞെടുപ്പ് വിജയം.